റമളാൻ മാസമായിട്ട് എനിക്ക് നോയമ്പ് മുറിക്കാൻ പോലും ഒന്നുമില്ല. പച്ചവെള്ളം കുടിച്ചാണ് ഞാൻ നോയമ്പ് മുറിക്കുന്നത്. 2 മാസം വിട്ടിട്ട് പോയി ഞങ്ങളെ. ഞാൻ ഒറ്റയ്ക്ക് ഒരു ദിവസം സ്റ്റേഷനിൽ പോയായിരുന്നു. ചിലപ്പോൾ ഈ മക്കളെയും കൊണ്ട് ഞാൻ അങ്ങ് തീരും, അത്രേ ഉള്ളൂ. കുഞ്ഞുങ്ങളെ അവിടെ ഇട്ടിട്ട് പോകത്തില്ല. ഹായ്, നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കരിക്കോട് ചുമടതാങ്ങ് ജംഗ്ഷനിലാണ്. ഈ നോമ്പ് സമയത്ത് നോമ്പ് മുറിക്കാൻ വെറും പച്ചവെള്ളം മാത്രം ഉപയോഗിച്ച് കഴിയുന്ന 2 കുട്ടികളുണ്ട്. പ്രായമായ ഒരു ഉമ്മയും. ജീവിക്കാൻ തീരെ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണിപ്പോൾ. ഒരു അച്ഛനുണ്ടായിരുന്നു. ഈ അടുത്ത 2 മാസത്തിന് മുമ്പേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ അവർക്ക് ജീവിക്കാൻ വേറെ നിവൃത്തിയൊന്നുമില്ല. ഈ വീട്ടിലേക്ക് വരുമാനവും ഇല്ല. ഈ കുടുംബത്തിൽ ഇനി യാതൊരു അത്താണിയുമില്ല. ഇവരെ ഒന്ന് സഹായിക്കാൻ കനിവുള്ളവർ, മനസ്സുള്ളവർ കുടുംബത്തെ ഒന്ന് സഹായിക്കാൻ ശ്രമിക്കുക. ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് സഹായിക്കാൻ ശ്രമിക്കുക. റമളാൻ മാസമായിട്ട് എനിക്ക് നോയമ്പ് മുറിക്കാൻ പോലും ഒന്നുമില്ല. പച്ചവെള്ളം കുടിച്ചാണ് ഞാൻ നോയമ്പ് മുറിക്കുന്നത്. ക്ഷീണം കാരണം ഉമ്മ പറഞ്ഞു നോയമ്പ് ഇനി പിടിക്കണ്ട, എനിക്ക് നിങ്ങൾക്ക് തരാനോ എടുക്കാനോ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ നോയമ്പ് പിടിക്കണ്ട. പക്ഷെ എനിക്ക് നോയമ്പ് പിടിക്കണമെന്നൊക്കെ ഉണ്ട്. എനിക്ക് അതിനുള്ള സാഹചര്യമല്ല, അതിനൊത്ത വീടും അല്ല. രാവിലെ ഒന്ന് എഴുന്നേൽക്കാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് ഈ വീട്ടിൽ. ഞങ്ങൾ കൊച്ചു വീട്ടിലാണ് കിടക്കുന്നത്. ഞങ്ങൾക്കൊന്ന് ഡ്രസ്സ് മാറാനുള്ള സ്ഥലം പോലും ഈ വീട്ടിലില്ല. എൻ്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ നോക്കുന്നത്. ഉമ്മാക്ക് ഒരുപാട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഉമ്മയെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന് ഞങ്ങൾക്കൊരു താല്പര്യമല്ല. ഉമ്മയുടെ അവസ്ഥയൊക്കെ അറിയാം. അന്നേരം ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു വീടില്ല. അതാണ് ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും വലിയ വിഷമം. അച്ഛന് ഉണ്ട്, 2 മാസം വിട്ടിട്ട് പോയി ഞങ്ങളെ വേണ്ട. ഞങ്ങളെ ഒരുപാട് മദ്യപിച്ച് അന്നൊരു സമാധാനമില്ല. ഉമ്മയെ അടിച്ച് വെളിയിൽ കളയുകയും പെൺപിള്ളാരെ അടുത്തിരുത്തുകയും അതൊക്കെ നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞ് ലാസ്റ്റ് വാപ്പായിട്ട് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിത്താം. ഞങ്ങൾ ഒറ്റയ്ക്കാണ്. ഉപദ്രവിക്കും. എന്നെ ഉമ്മായേ ഉള്ളു ഉപദ്രവിക്കുന്നത്. ഇളയവളെ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഞങ്ങൾ എനിക്ക് 2 പെൺപിള്ളേരാ. പിന്നെ എനിക്ക് വെള്ളം അടിക്കാതിരുന്ന ഒരു കുഴപ്പമില്ല. ഈ വെള്ളം അടിക്കുമ്പോഴാ മക്കളെ തോളയിലിട്ട് പെൺപിള്ളയുടെ തോളയിലോട്ട് കയറണമെന്ന്. പിന്നെ എന്നെ ഇനി ചെയ്യാൻ ഒന്നുമില്ല. മദ്യപാനം ചോറെടുത്ത് എൻ്റെ ദേഹത്തോട്ട് എറിയലും പിന്നെ അങ്ങേർക്ക് വെള്ളം അടിച്ചിട്ട് വരുമ്പോൾ അതാണ് ഇതാണ് എൻ്റെ നീ ഇറങ്ങിപ്പോടി, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവിടെ വർത്താനം. കുഞ്ഞുങ്ങളെ മുമ്പിൽ ഇരുന്ന് എന്താ പറയണോ എടുക്കണമെന്നൊന്നും ഇങ്ങേരിക്കും അത് അറിഞ്ഞുകൂടാ. പിന്നെ ആ ചീത്ത വിളിയും പുഴുത്ത ചീത്ത വിളി കൊച്ചുങ്ങൾ ഇരിക്കുന്നതെന്ന്. മദ്യം മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്നിരുന്നാ കുടിക്കുന്നത് ഈ കൊച്ചുങ്ങളെ മുമ്പിൽ വെച്ച്. ഞാൻ പറഞ്ഞു ഈ കുഞ്ഞുങ്ങൾ വളർന്നു നിന്നത് ഈ മദ്യം മേടിച്ച് കുഞ്ഞുങ്ങളെ മുമ്പിൽ വന്നിരുന്ന് കുടിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ് അങ്ങനെ കേൾക്കത്തില്ല. അത് എൻ്റെ പണത്തിനാണ് ഞാൻ കുടിക്കുന്നത്, അത് നീ ചോദിക്കേണ്ട കാര്യമില്ല എന്നാ പറയുന്നത്. ഇപ്പം ഈ കയറി കിടക്കാൻ സ്ഥലമില്ല. ഈ കുഞ്ഞുങ്ങളെ എവിടെ കൊണ്ടുപോകണമെന്നുള്ള ചിന്തയില്ല. ഈ കൊച്ചുങ്ങൾക്ക് ഒരു ഡ്രസ്സാവട്ടെ, ഒരു ഉടുപ്പാവട്ടെ, എന്തെങ്കിലും ഒരു സാധനം ഈ കുഞ്ഞുങ്ങൾക്ക് മേടിച്ച് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഈ തന്തേന്ന്. ഈ തന്തയ്ക്ക് കിട്ടുന്ന പൈസ മൊത്തം തന്തയ്ക്ക് വെള്ളം അടിച്ചാൽ മതി. എല്ലാ ജോലിക്കും പോകും, മൈക്കേട് പണിക്ക് എല്ലാ ജോലിക്കും പോകും, നല്ല ശമ്പളം കിട്ടുന്ന. എൻ്റെ കൈ ഒരു 10 പൈസ കൊണ്ടുവന്ന് തരത്തില്ല. എനിക്കിപ്പോൾ ഒരു തൈറോയ്ഡ് വന്ന് എനിക്ക് അസുഖം വന്ന് എനിക്ക് കൂടുകയല്ല. എന്നെ 5-6 ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ഇരിക്കുന്നതാണ്. ഞാനും എൻ്റെ മക്കളും എങ്ങനെയെങ്കിലും ഞങ്ങൾ ജീവിച്ചോളാന്ന് പറഞ്ഞ് ഞാൻ പോയി തെണ്ടിയാലും എൻ്റെ മക്കളെ ഞാൻ നോക്കിക്കോളാം, അല്ലാതെ എനിക്കിനി അങ്ങനെ ഇത് വേണ്ട എന്നാണ്. മോളെ കൊച്ചിനെ എടുത്തിട്ട് മുമ്പ് എന്നിട്ട് അടിക്കുകയും അതിനെ കുടിച്ചിട്ട് വന്നിട്ട് നീ അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് കുഞ്ഞുങ്ങളെ മുമ്പിൽ കിടന്ന് ചീത്ത. കൊച്ചുങ്ങളെ പഠിക്കാൻ തമ്മയ്ക്കത്തില്ല. കുഞ്ഞുങ്ങളെ മുമ്പിൽ കിടന്ന് ചീത്ത വിളി. ആ കൊച്ചുങ്ങൾ ആ ബുക്കെടുത്ത് അപ്പരെ ചീത്ത വിളി. നീയൊക്കെ എമ്മയ്ക്ക് പഠിക്കുകയാന്ന് അങ്ങനെയാന്ന് ഇങ്ങനെയാണെന്നാ പറയുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഒരു ദിവസം സ്റ്റേഷനിൽ പോയായിരുന്നു. സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് പോയത്. അങ്ങനെ SI എന്നെ കാണാൻ സമ്മതിച്ച് പോയി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ SI കണ്ട്. അപ്പോൾ SI എൻ്റെ സ്കൂളിൽ വന്ന് എനിക്ക് ആവശ്യമുള്ള ബുക്കും കാര്യങ്ങളും ഒക്കെ മേടിച്ച് തന്ന് വാപ്പാക്ക് 2 അടിയും കൊടുത്ത് അതിന് ശേഷം വാപ്പ ഇവിടുന്ന് ആ രാത്രി ഇവിടെ വന്നു പോലീസുകാർ വന്നു. ഇനി എന്തോടെ ഇവിടെ കാണിക്കുന്നത് എന്തെന്ന്. അന്ന് ആ രാത്രി ഈ കൊച്ചിന് അസുഖം കൂടുതലായിരുന്നു, ചെവിക്ക് വയ്യായിരുന്നു. ഈ മോക്ക് കൊണ്ടുപോകാനും ഒരു എൻ്റെ കൈ പൈസ ഇല്ലായിരുന്നു. അന്നേരം ഞാൻ ഇവിടെ കിടന്ന് കരയ കേൾക്കല്ല. 3 വയസ്സ് തൊട്ട് ചെവിന്ന് ബ്ലഡും പഴുപ്പും പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവിടുന്ന് ഡിസ്ട്രിക്റ്റിൽ നിന്ന് പാരിപ്പള്ളിയിലേക്ക് അവർ തന്ന് ഈ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പം പറഞ്ഞ് കേൾക്കൊരു നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം തൊട്ടേ എനിക്ക് കൊച്ചിൻ്റെ കാര്യത്തിന് ആദ്യം ഇതിനെ കൊണ്ടുപോകാനും വരെ എന്നെ ചെക്കപ്പിന് കൊണ്ടുപോകാനും വരെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അത്രയ്ക്ക് നിവൃത്തിയില്ലാത്തൊരു ജീവിതവും ഇവിടെ കിടന്ന്. ചിലപ്പോൾ ഈ മക്കളെയും കൊണ്ട് ഞാൻ അങ്ങ് തീരും, അത്രേ ഉള്ളൂ. കുഞ്ഞുങ്ങളെ ഞാൻ അവിടെ ഇട്ടിട്ട് പോകത്തില്ല. എനിക്ക് പറയാനുള്ള ഞങ്ങൾ കയറി കിടക്കാൻ ഒരു വീട് വേണം, അത്രേ ഉള്ളൂ. അവർക്ക് തിന്നില്ലെങ്കിലും കുടിച്ചില്ലെങ്കിലും വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യും.
വെള്ളം കുടിച്ചാൽ കൊച്ച് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നിവൃത്തി വേണ്ടേ കുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കണോ എന്തെന്നാ. വീട്ടിൽ എത്ര അംഗങ്ങളാ ഉള്ളത് നിലവിൽ? എനിക്ക് 4 പേരേ ഉള്ളു. 4 പേർക്ക് ഇപ്പം എവിടുന്നാ വരുമാനം ഉള്ളത്? എനിക്ക് വരുമാനം എൻ്റെ ഉമ്മ ഒരു കണ്ണാണാൻ വയ്യാത്തത്. എൻ്റെ ഉമ്മയുടെ ഈ ആളുകൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ചിലവർ കൊടുക്കും, ഇല്ലെങ്കിൽ അതും ഇല്ല ഞങ്ങൾക്ക്. ഞങ്ങൾ അങ്ങനെ ഞാൻ ചിലപ്പോൾ വീട്ടിൽ ജോലിക്ക് പോയിട്ടാ എന്തെങ്കിലും മേടിച്ച് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ പട്ടിണി കിടക്കും, ആരെടുത്തും പറയത്തില്ല. ഒറ്റൊരു മുറിയിലാണ് കിടക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഉടുപ്പ് മാറാനുള്ള ഒരു സൗകര്യം ഇതിനകത്തില്ല. ഒറ്റൊരു റൂമേ ഇതിനകത്തേ ഉള്ളു. ഞങ്ങൾ എല്ലാം ഇതിനകത്ത് കിടക്കുന്നത്. ഈ ഒറ്റൊരു റൂമിനകത്താണ് ഞാനും എൻ്റെ മക്കള് എൻ്റെ തള്ളയും അങ്ങനെ ഇവിടെ കിടന്നത്. പിന്നെ ഞങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ, ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു കയറി കിടക്കാനും കിട്ടിയില്ലെങ്കിൽ ഞാനും എൻ്റെ മക്കൾ ഈ റേമ്പാളത്തിൽ ഞാൻ തീരുമെന്ന് പറഞ്ഞാൽ തീരും. പിന്നെ എല്ലാവരും സമാധാനം പറയാനുള്ള കാര്യമുണ്ട്, അത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. ഇനി ഇതില്ല, പക്ഷെ ഞാൻ അത്രയും സഹിച്ച് ഞാൻ ജീവിക്കുക ഇവിടെ ഇതിനകത്ത്. ഈ ഓട്ടി ചോദിച്ചുകൊണ്ടാണ് ഇവിടെ സുധാകൃഷ്ണ ഇതിനകത്ത് MLA. ഞങ്ങൾ എടുത്തറിഞ്ഞ് ഞങ്ങൾക്ക് ഉണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ട് തന്നിട്ടില്ല. 7 കൊല്ലം കൊണ്ട് അപേക്ഷിച്ചോണ്ട് ഞങ്ങൾ അപേക്ഷ കൊണ്ട് കൊടുത്തു, ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. ഉമ്മാക്ക് എല്ലാം പെൻഡിങ്ങിനായിട്ട് കിടക്കുക. ഉമ്മാക്ക് കിട്ടുന്ന എന്തോ 1300 രൂപ കിട്ടി. അതെടുത്ത് അമ്മ കടമൊക്കെ തീർന്നു. എനിക്ക് അത് കിട്ടിയത് ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി ഓരോരുത്തർക്ക് ആ പൈസ കൊടുത്ത് കടമൊന്ന് ഞാൻ അങ്ങ് തീർത്തത്. ഞാൻ എത്രയോ പരാതി കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ആ സാറുമാർ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇതൊന്ന് മോളെ ഇവന് ഒരു അടിക്ക് ഇവൻ ചത്തുപോകും, എനിക്കത് പറ്റത്തില്ല എന്നാ പറയുന്നത്. നിങ്ങൾ പറക്കുന്ന ആളാ, ഒന്ന് ചെയ്യാനോ എടുക്കാനോ. അങ്ങനെ പോലീസുകാരെ പറഞ്ഞ് ഇയാളായിട്ട് തന്നെ ബന്ധം ഒഴിഞ്ഞ് കൊടുത്ത് പറഞ്ഞു വിടാൻ. ഇതിപ്പോ അയാൾ പറഞ്ഞു എന്താണെന്നറിയാം, ഈ ആഴ്ചത്തേക്ക് ഞങ്ങൾക്ക് ഈ പൈസ വാടക കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഞങ്ങൾക്ക് ഇറങ്ങി തരണമെന്ന് അറിഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ സാധനം എല്ലാം കൂടെ പറക്കി ഞാൻ വെളിയിൽ ഇടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ട കാക്ക, ഞങ്ങളായിട്ട് ഇറങ്ങി ഞങ്ങളായിട്ട് തന്നോളാം കാക്ക, അത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കൊച്ചുങ്ങളെ എവിടെയെങ്കിലും ഞാൻ പോയി കിടന്നാൽ അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് അങ്ങനെ പറഞ്ഞതാ. അങ്ങേർക്ക് ആ കാക്കാക്ക് പിന്നെ വാടക കിട്ടിയാൽ മതി. അത് വാടക കിട്ടണം. അങ്ങേർക്ക് മനസ്സ് ഇതൊന്നും അങ്ങേർക്ക് ഇതില്ല. അത് അങ്ങേർക്ക് വാടക കിട്ടിയാൽ മതി. നോയമ്പാന്ന് അവർക്ക് ആ ചിന്തയില്ല. ഇത്രയും ഇങ്ങനെ കിടക്കുന്ന ഒരാളെ അങ്ങേർക്ക് ചിന്ത ഉള്ള ഒരു മനസ്സാണെങ്കിൽ അങ്ങനെ പറയത്തില്ല. അങ്ങനെ എപ്പോഴും ഇവിടെ വന്ന് അങ്ങ് പള്ളു വിളിച്ചാലും വഴക്കും പറഞ്ഞ് അങ്ങനെ. ഇതാണ് എൻ്റെ വീട്. ഇത് ഒറ്റൊരു മുറിയോ ഉള്ളു. ഇതിനകത്താണ് ഞങ്ങൾ ഇത്രയും പേരും കിടക്കുന്നത്. ഞങ്ങളുടെ സാഹചര്യം എങ്ങനെ ആയിപ്പോയി, ഞങ്ങളെല്ലാവരും സഹായിക്കണം. എൻ്റെ അനിയത്തിയെ ഇപ്പോൾ കാണിക്കാൻ ഒക്കത്തില്ല, അവളിവിടെ ഉണ്ട്, കാണിക്കാൻ ഒക്കത്തില്ല. ഇതാണ് എൻ്റെ വീട്. ഇവിടെ ആരുമില്ല. വെട്ടത്തിനൊക്കെ തന്നെ ഭയങ്കര പാടാണ്. ഒരുപാട് പഴക്കം ചെന്ന വീടാണ്. ഒരു തുണി വെക്കാനാവട്ടെ, ഒരു അലമാര, ഒരു കാര്യങ്ങൾ ഈ കുഞ്ഞിന്റെ കാര്യം പഠിത്തത്തിന്റെ ബുക്കുകളെല്ലാം ഈ തറയിലാണ് കിട്ടേക്കുന്നത്, എല്ലാം ചെയ്യുന്നത്. ഇതൊരു അടുക്കള ഇതിനകത്ത് മാത്രം. അങ്ങനെയുള്ള സ്ഥിതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇല്ല, ഈ 3 പേര് എൻ്റെ 2 മക്കളും ഇവിടെ കിടക്കും, ഞാനും ഉമ്മായും ഇവിടെ തറയിൽ കിടക്കും. എവിടെ അവിടെ കിടക്കും അടുക്കളക്കകത്ത്. അത്ര ഇതായിരുന്നു.